ഇടുക്കി അടിമാലിയിൽ ഉത്തരവ് ലംഘിച്ച് സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നതിൽ ഇടപെടലുമായി ജില്ലാ ഭരണകൂടം. എം മണി MLA സഹോദരൻ MM ലംബോദരൻ അടക്കമുള്ള നടത്തിപ്പുകാർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി അറിയിച്ചു. 24 ഇമ്പാക്ട്. DM ആക്ടിൻ്റെ വയലേഷനാണ്. DM ആക്ടിൻ്റെ വയലേഷൻ ആകുമ്പോൾ അവർക്കെതിരായിട്ട് കേസെടുക്കും. ആ കേസ് എടുത്തിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിനെ നമുക്ക് ഫൈൻ ഓർ ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. സോ അതിൻ്റെ നടപടി നമ്മൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അതുമായിട്ടുള്ള നടപടി എടുക്കും. സോ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ആണുള്ളത്. അവരാണ് ഈ പഠനം നടത്തിയിട്ട് ലൈസൻസസ് കൊടുക്കുന്നത്. സോ അവർക്കും നമ്മൾ ഇതിനെ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരുടെ ഒരു സജഷൻ അഡ്വൈസും കൂടി കൊടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും. രാഹുൽ വിജയനോട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ മഴയുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നുവല്ലോ ഇത്തരത്തിലൊരു വിലക്ക് നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട്. ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുണ്ടോ ഇതിനോടകം? കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ ലംഘനമാണ് ഈ ലംബോദരന്റെ സിപ്പ് ലൈൻ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം വ്യക്തമായ ഓർഡർ ഉണ്ടായിരുന്നു. ഈ മഴ കുറഞ്ഞതിന് പിന്നാലെ ചെറിയ അപകട സാധ്യതയില്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ സിപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് ഉത്തരവിൽ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഉത്തരവിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ലംബോദരന്റെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ ഇരുട്ടുകാലത്ത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണിടിച്ചിലുണ്ടായ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഗതാഗത നിരോധനം മറികടന്നുകൊണ്ടാണ് ആളുകളെ ഈ സിപ്പ് ലൈൻ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നത് എന്നുള്ള ആ കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലാണ് ജില്ലാ കളക്ടറുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ലംബോദരൻ അടക്കമുള്ള ഈ സിപ്പ് ലൈൻ നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് കേസെടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ആദ്യഘട്ട നടപടിയുടെ ഭാഗമായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിന് ജില്ലാ പോലീസ് മേധാവിയോട് അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പിഴ ഉൾപ്പെടെ ഈടാക്കാനുള്ള നടപടിയും ജില്ലാ കളക്ടർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിലവിൽ ഈ സിപ്പ് ലൈൻ കേന്ദ്രം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള നിയന്ത്രണം ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ തുടരുന്നുണ്ട്. അതൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ദേശീയപാത ഓരത്ത് അപകട സാഹചര്യത്തിൽ ഇത്തരം ഒരു സിപ്പ് ലൈൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ, ഇത് നമ്മൾ രാവിലെ നൽകിയ വാർത്തയാണല്ലോ. അപ്പോൾ അതുവരെയും ഇത്തരത്തിൽ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണോ രാഹുൽ? ഈ വാർത്ത വരുന്നത് വരെ ഇത്തരത്തിലൊരു സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായി അറിവില്ലായിരുന്നു എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസർ, അത്തരത്തിൽ ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ റോഡ് സൈഡിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നൂറുകണക്കിന് ആളുകൾ വന്ന് ഈ സാഹസിക വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കേന്ദ്രത്തെ പറ്റി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ള കാര്യം അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ എന്തായിരിക്കും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തഹസിൽദാരോട് നമ്മൾ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കേന്ദ്രം പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവരോട് നേരത്തെ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഇത് നേരിട്ട് തന്നെ പലരോടും അറിയിച്ചിരുന്നു എന്നുള്ള വിശദീകരണം അവർ തന്നു. അതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ ഇത് കാണാതെ പോയി എന്നുള്ളൊരു ചോദ്യമാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.